ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുലൊക്കെ നല്ല സന്തോഷത്തിലാണ്. കിരൺ അങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു ഓർമ്മയുമില്ലാതെ കിടക്കുകയാണെന്ന് അറിയുന്ന ഒരുപാട് സന്തോഷമാവുകയാണ് രാഹുലിനൊക്കെ. എങ്കിലും രാഹുൽ ഒന്നിരുന്ന് ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് തന്നെ ഇതുവരെയും മുരുകൻ കോണ്ടാക്ട് ചെയ്യാത്തത്? മുരുകന് ബാക്കി പണമൊന്നും വേണ്ടേ? അവനെന്താ ഇതുവരെയും എന്നെ ഒന്ന് വിളിച്ചുകൂടിയില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഇനിയിപ്പോ ചന്ദ്രസേനന്റെ കയ്യിലെങ്ങാനും അവൻ പെട്ടുകാണോ, അവൻ എൻ്റെ പേര് പറഞ്ഞു കാണോ എന്നുള്ള രീതിയിലൊക്കെ അവനിങ്ങനെ സംശയങ്ങൾ ഏറുകയാണ് രാഹുലിന്. എന്തായാലും രാഹുൽ ഇത്ര ദിവസം വിളിക്കാത്തത് പോലീസ് എങ്ങാനും തന്നെ പിന്തുടർന്നാലോ എന്ന് പേടിച്ചിട്ടാണ്. എന്തായാലും പോലീസിലൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നൊരു ആശ്വാസത്തില് രാഹുൽ നേരെ മുരുകനെ വിളിക്കുകയാണ്. എടാ, നീ എവിടെയാണ്? എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ്. സാറേ, ഞാൻ കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മുരുകന്റെ അരികിലേക്കായിട്ട് രാഹുൽ ചെല്ലുകയാണ്. അങ്ങനെ അവരൊരു സ്ഥലത്ത്, ആരുമില്ലാത്തൊരു സ്ഥലത്ത് നോക്കി അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട്, നീ എന്താടാ എന്നെ ഇതുവരെയും കോണ്ടാക്ട് ചെയ്യാൻ, നിനക്ക് എന്താ ബാക്കി പണമൊന്നും വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് സാർ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. സാർ, അവിടെ നടന്ന കാര്യങ്ങൾ സാർ വിചാരിക്കുന്ന പോലെയല്ല, അവിടെ നടന്നത് മറ്റൊന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, വേറെ ഒന്നല്ല സാറ്, ഞങ്ങളെയാണ് സാറ് ഏൽപ്പിച്ചത്, ഞങ്ങൾ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിരുന്നു. അവൻ വരുന്നതിന് മുൻപ് തന്നെ, കിരൺ ആ സൈറ്റിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള സ്റ്റാഫുകളെ, അവിടെയുള്ള തൊഴിലാളികളൊക്കെ ഞങ്ങൾ അടിച്ച് നിരപ്പാക്കി അവിടെ കിടത്തി. അതിനുശേഷമാണ് അവൻ അവിടേക്ക് എത്തിയത്. അവന് വന്ന ഉടനെ തന്നെ ഞങ്ങളെല്ലാം 2-3 പേരുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ ആക്രമിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവൻ എളുപ്പമല്ല, വിചാരിച്ചതുപോലെയല്ല. അവൻ ഞങ്ങൾ എല്ലാവരെയും ഇടിച്ചു നിലത്തിടുകയാണ് ചെയ്തത്. അപ്പോഴേക്കും വേറൊരാൾ അവിടേക്ക് വന്നിരുന്നു. അവനൊരു സഹായിയായിട്ട് അവനും ഞങ്ങളെയൊക്കെ അടിച്ചു നിരപ്പാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അവിടെ തോറ്റുപോവുകയാണ് സാറ്, അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ഗുണ്ട. നീ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് രാഹുൽ ചോദിക്കുകയാണ്. പിന്നെ എങ്ങനെ അവനിങ്ങനെ തലക്കടി കിട്ടി, ഇങ്ങനെ ഹോസ്പിറ്റലായത്, നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അത് അവിടെ നടന്നത് മറ്റൊന്നാണ്. എൻ്റെ ടീമിലല്ലാത്ത ആരോ ഒരാൾ വന്നിട്ട് അയാളുടെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതാണ്. അത് ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് മുരുകൻ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം, അതാരായിരിക്കും? അപ്പൊ ഞാൻ അറിയാതെ ആരായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല സാറേ, അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്നും പണി പാളിയല്ലോ. സാറ് പറഞ്ഞ വാക്ക് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ സാറിനെ പിന്നീട് കോണ്ടാക്ട് ചെയ്യാഞ്ഞത്. തന്നെയല്ല, ഈ സത്യം ഞാനിപ്പോൾ തുറന്ന് പറയുന്നത്, ഇപ്പൊ സാറിനെ പറ്റിച്ചിട്ട് ഞങ്ങൾ തന്നെയാണ് കിരണിനെ അങ്ങനെ അപകടപ്പെടുത്തിയെന്ന് പറഞ്ഞു വേണമെങ്കിൽ ബാക്കി പണവും മേടിച്ച് എനിക്ക് പോവാമായിരുന്നു. പക്ഷേ ഈ ചെയ്യുന്നതിലും എനിക്കൊരു നീതിയുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ തുറന്ന് പറഞ്ഞത്. അതുകൊണ്ട് ബാക്കി പണമൊന്നും എനിക്ക് വേണ്ട സാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാറിൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ, അവൻ ഇപ്പോൾ ICUവിലാണല്ലോ ഓർമ്മയില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ മുരുകൻ പോവുകയാണ്. രാഹുലിനോട് യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. രാഹുൽ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. താനല്ലാതെ പിന്നെ ആരാണ് കിരണിനൊക്കെ ശത്രുവായിട്ടുള്ളത്? അപ്പോൾ ആരായിരിക്കും ഇങ്ങനെയൊക്കെ തലക്കടിച്ചത് എന്നുള്ള രീതിയിലൊക്കെ സംശയം അങ്ങനെ മുറുകിക്കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാത്രമാണ് ഇപ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് രാഹുലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.